കരയാതെ. നമ്മുടെ മോനൊന്നുമില്ല, കരയില്ലേ അണ്ണി. അപകടത്തിൽപ്പെട്ട മകനെ കണ്ട ഏതമ്മയാ കരയാത്തെ? കരയരുതെന്ന്. അണ്ണി, പാടസ്വാമി ഒരു കണക്കിന് പറയുകയാണെങ്കിൽ കറുപ്പ് സ്വാമിയെ ഉപദേശിക്കാനേ പറ്റുള്ളൂ, കൊല്ലാൻ പറ്റില്ലല്ലോ. അവനും നമ്മുടെ ജാതിക്കാരനാ, പണമുണ്ട്, രാഷ്ട്രീയത്തിൽ പിടിപാടുമുണ്ട്. ആരെങ്കിലും ചോദിക്കാൻ പോയാ തോക്കെടുത്ത് കാണിച്ചിട്ട് പേടിപ്പിച്ചിട്ടാവും മറുപടി പറയണേ. അതേടാ, നീ സിംഹക്കുട്ടിയാ. എന്നെ കൊല്ലാനാണോ നീ ഇത്ര കഷ്ടപ്പെടുന്നത്? എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടണ്ട. എന്നെ വെട്ടിക്കൊല്ല്. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവട്ടെ. വെട്ടറാ. ഞാൻ ഇവിടെ തന്നെയല്ല നിൽക്കുന്നേ, നിന്റെ മുൻപിൽ തന്നെ. വിട്ട്. കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാതിരിക്കെ. അവരെങ്കിലും നല്ലവരായി വളരട്ടെ. നമസ്കാരം അയ്യ. അതിരിക്കട്ടെ, നീ എന്താ നിന്ന് കളഞ്ഞേ? അത് പിന്നെ നിങ്ങളും നിന്നില്ലേ? ആ, അത് ശരിയാ, ഞാനും നിന്ന് കളഞ്ഞല്ലേ. എന്തായാലും കൈരേഖയുള്ള കത്തിയേക്കളവും കളഞ്ഞിട്ട് പോയി. ഇത് പിന്നീട് പ്രയോജനപ്പെടും. ഇത് പിടിക്ക് പ്രഭാര. നമുക്കിടയിൽ തന്നെ ഒരു ചാരനുണ്ടല്ലോ. ഇല്ലെങ്കിൽ കാറിൽ ബോംബ് വെച്ച കാര്യം അവരെങ്ങനെ അറിഞ്ഞു? നമസ്കാരം അണ്ണാ. നമസ്കാരം അണ്ണാ. പ്രഭാര അണ്ണാ, ഒരു 10 പേര് അരിവാളും കൊണ്ട് തെരുവ് കൂടെ ഓടാൻ പറ. എന്തിനാ ഓടാൻ പറ. പോയി പറയടാ വേഗം. പ്രഭാര, അണ്ണാ, ആ പെട്ടിക്കടക്കാരന്റെ ഫോൺ നമ്പർ അറിയില്ലേ? അറിയണം. വിളിക്ക് വിളിക്ക് വിളിക്ക്. ഇതാ ബെല്ലടിക്കുന്നു. ഹലോ. ആ, ഏത് ഭാഗത്തേക്കാ വന്നേ? വടക്ക് ഭാഗത്തേക്കാ പോയത്. പട്ടി. അണ്ണാ, അണ്ണാ. അയ്യോ, എടാ ഓടിക്കോടാ, ഓടിക്കോ, 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 ഓടിക്കോ. അയ്യോ. കറുപ്പസ്വാമിയുടെ ഭാര്യ ഇന്നലെ പ്രസവിച്ചതാ. വരൂ കൊച്ചമ്മേ. ഒരു കാര്യം, എനിക്ക് എന്നെ കല്യാണം കഴിക്കോ അതോ
നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താ പറയേണ്ടതെന്ന് മനസ്സിലാക്കിയാണ് സംസാരിക്കുന്നത്. ഞാനും കണ്ടുകൊണ്ടിരിക്കുക. ഓവറാവുന്നുണ്ട് നീ. പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? അവളുടെ ഒരു പ്രേമം, നമ്മൾ തമ്മിലുള്ള പ്രായവ്യത്യാസം അറിഞ്ഞില്ല നിനക്ക്? എനിക്ക് കല്യാണം കഴിക്കേണ്ട വയസ്സാ. അച്ഛനമ്മയെ നാണം കടത്താനാണ് പാവം. അച്ഛനമ്മമാരെ മാനം കടത്തുന്ന രീതിയിൽ ഒളിച്ചോടിയിട്ടില്ല. ഇതുവരെ മറ്റൊരാളെ സ്നേഹിച്ചിട്ടുമില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതുകൊണ്ട് 2 കുടുംബത്തിന് ചീത്തപ്പേരെ ഉണ്ടാവും. എന്നെ കൊണ്ട് കഴിയില്ല. വേണ്ട, വിട്ടേക്ക്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായില്ലേ? ഇല്ലെങ്കിൽ അന്ന് കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചിട്ട് എന്താ ഒന്നും മിണ്ടാഞ്ഞേ? പറഞ്ഞാ മനസ്സിലാവില്ലേ നിനക്ക്? വീണ്ടും വീണ്ടും അതെന്നെ സംസാരിക്കുന്നത്. ചെറിയ കുട്ടിയാണെന്ന് കരുതി ഞാൻ നിന്നോട് സംസാരിച്ചു. അതാ ഞാൻ ചെയ്ത തെറ്റ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ആരെന്ത് തന്നെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറ്റില്ല. ഞാൻ നിങ്ങളുടെ സൗന്ദര്യം കണ്ടല്ല സ്നേഹിച്ചത്, നിങ്ങളുടെ കരയുന്ന മനസ്സ് കണ്ടിട്ടാ. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഒരെണ്ണം ഉള്ളെന്ന് കരുതി കൊഞ്ചിച്ച് വളർത്തിയിട്ട് എന്താ നീ കാണിച്ചേ? ഇങ്ങനെ കിടന്ന് അധികം പ്രശ്നം ഉണ്ടാക്കാതെ. വിവാഹപ്രായമായ പെണ്ണിനെയാണ് ഇങ്ങനെ തല്ലുന്നത്. എന്തും കാണിക്കാവുന്നോ? പ്രായമായ പെണ്ണ് എവിടെ പോണു എന്ത് ചെയ്യണു നോക്കാൻ കഴിയാത്ത നീയൊക്കെ സ്ത്രീയാണോടി? 4 തലമുറയായിട്ടുള്ള ബന്ധം, 4 തലമുറ അവൾ എന്ത് ചെയ്തു? നശിപ്പിക്കാനാണ് അവൾ നോക്കുന്നത്. 2 കുടുംബങ്ങൾ അടുത്തിടപഴകിയപ്പോ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒറ്റ തോന്നി കാണും. ചവിട്ടേ. അത് അത്ര വലിയ തെറ്റാ? അരുതാത്തൊന്നും അവള് ചെയ്തില്ലല്ലോ. സമ്പ്രദായം കൂടുന്നവരുടെ സംബന്ധം കൂടി ശരിയാവൂടി. അമ്മവാ, എന്താ നിങ്ങൾ പറയണേ? 10-15 വർഷം പഴക്കമുണ്ടെങ്കിൽ അത് വെറും സൗഹൃദം. തലമുറയായിട്ട് പഴക്കമുണ്ടെങ്കിലേ അത് സ്വന്തം. എന്തുകൊണ്ട് നടക്കൂല? ഞാൻ ഇതുവരെ നാടിന് വേണ്ടി വയ്യാതുരയോട് പലതും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചെന്താ തെറ്റ്? അല്ല, ചോദിച്ചെന്താ തെറ്റമ്മാവാ? ശരിയാ, നിങ്ങൾ പോയി സംസാരിച്ച അണ്ണ സമ്മതിക്കും. നിനക്ക് ശേഷം ഒരു പെൺകുട്ടിയാണ് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ അയ്യാതരയ്ക്ക് കെട്ടിച്ചു കൊടുത്തേനെ. നീ ചെന്ന് ചോദിക്കും മോനെ, അയ്യാതര സമ്മതിക്കും. എന്താണ് ഇത്ര ആലോചിക്കാൻ? ഒരുപക്ഷെ ജാതി വിട്ടുള്ള കല്യാണം ഇഷ്ടമല്ലായിരിക്കും. എടാ, എന്താ പറയുന്നേ നീ? അതൊന്നുമല്ല. ദേ നോക്ക്, ചെറുക്കനെ ചോദിച്ച് ഞാൻ പോകാം. ഒരു വേള അയ്യാതുരനെ തെറ്റിദ്ധരിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഈ തലതെറിച്ചവളെ പ്രസവിച്ചതിന് നിന്റെ താലി നീ സൂക്ഷിച്ചോ. അതെപ്പോ വേണമെങ്കിലും പൊട്ടിപ്പോകാം. നിങ്ങൾ മാത്രം പോയാല് ചിലതരം സംസാരിച്ചൊഴിഞ്ഞു മാറും. സ്വന്തം ബന്ധം 10 പേരായിട്ട് പോയിക്കോളൂ. എന്നാലേ അയാളെ സമ്മതിക്കുള്ളൂ.